സുഹൃത്തുക്കളെ, ഞാൻ ഇരവിപേരൂർ എന്ന സ്ഥലത്ത് ബിസ്മി സ്റ്റോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബിസ്മി സ്റ്റോറിൻ്റെ മുതലാളിയാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇപ്പം ബിസിനസ് മേഖലയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ബിസിനസ് മേഖല ആകെ വളരെ ഡള്ളായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മാർജിൻ ഫ്രീ ഹൈപ്പർ മാർക്കറ്റ്, ലുലു മാൾ പോലെയുള്ള പുതിയ മാളുകൾ വന്നേ പിന്നെ സാധാരണക്കാരുടെ കേന്ദ്രമായ ബിസിനസ് കേന്ദ്രമായ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. പണ്ട് കാലങ്ങളിൽ 10-40 വർഷമായിട്ട് പഴക്കമുള്ള പലചരക്ക് കടകളാണ് മിക്കതും. നമുക്കൊരു അത്യാവശ്യം വന്നാൽ, ഒരു എമർജൻസി വന്ന് ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നാൽ കടം മേടിക്കാൻ പോലും എപ്പോഴും ധൈര്യത്തോടെ ഓടിച്ചെന്ന് ഈ പലചരക്ക് കടകളിൽ നമ്മൾ ആശ്രയിക്കുമായിരുന്നു. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് ഒരു 10 രൂപ നിങ്ങൾക്ക് കടം പറഞ്ഞിറങ്ങി വരാൻ സാധിക്കുമോ? എന്നാൽ ഇതുപോലുള്ള കടകളാണ് അവരാണ് സന്തോഷത്തോടെ 10,000-ഉം 2,000 രൂപ ആണെങ്കിലും കടം പറഞ്ഞാലും സന്തോഷത്തോടെ സാധനങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് നമുക്ക് തന്നുവിടുന്ന ഇതുപോലുള്ള കടക്കാരെ നമ്മളെന്നും ചേർത്ത് നിർത്തേണ്ടതല്ലേ? ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നോ? ആണോ? ഇപ്പോൾ എത്ര നമ്മുടെ ഈ കട സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 37 വർഷം. ഇച്ചിരി ലൗഡായിട്ട് പറയാമോ? 37 വർഷമായി. കാരണം എങ്ങനെയുണ്ട്? അപ്പോൾ പഴയ കാലവും ഇപ്പോഴത്തെ വ്യത്യാസം, ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 10 വർഷം ബാക്ക് വരുവാണെങ്കിൽ ആ ഒരു കച്ചവടം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, പകുതി കച്ചവടം പോലും ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫുണ്ട്? ഇവിടെ 2 പേരും. നേരത്തെ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു? ആണോ? അന്ന് ഒരു ദിവസം എത്ര രൂപയുടെ ഇല്ലെങ്കിൽ എത്ര ലോഡ് ചരക്ക് നമ്മളിവിടെ വിൽക്കുമായിരുന്നു? ഇന്ന് അപ്പോൾ അത്രയും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിത് മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യങ്ങളൊന്നുമല്ല. അന്നത്തെ ആ ഒരു 2 ലക്ഷം രൂപയുടെ കച്ചവടം ഇല്ലേ 3 ലക്ഷം രൂപയുടെ കച്ചവടം ഇന്നും നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്നുണ്ട്. കാരണം മാർക്കറ്റുകളും ലഭ്യതയും പല രീതിയിലും നമുക്ക് ഡൈവേർട്ടായി പോയിരിക്കുകയാണ്. കാരണം ഈ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, അതുപോലെ മാളുകൾ വന്നപ്പോൾ സാധാരണ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം അവരെല്ലാം ഈ ചെറിയ കടകളെ വിട്ടിട്ട് ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ചേക്കേറി. അപ്പം നേരത്തെ നമ്മൾ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന, നമുക്കൊരു അവശത വന്നാലും ഇല്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ അടുപ്പെരിഞ്ഞിരുന്നത് ഇതുപോലുള്ള സാധാരണ നാട്ടുമ്പുറത്തുള്ള കടകളായിരുന്നു. അതെല്ലാം മറന്നിട്ടാണ് ഇന്ന് പലരും ഈ സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും പുറകെ അന്തസ്സെന്ന പേരിൽ പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ ഇവരെ പോലുള്ള കച്ചവടക്കാർ ഇവരെ നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ് അവരോട്. കാരണം കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ കടകൾ ഓടിക്കുന്നതെന്ന് വ്യക്തമായ നിലയിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ മേഖലയുമായിട്ട് വളരെ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ആളെന്ന നിലയിലാണ് ഇത്ര ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്. ഒരു 2-3 സ്റ്റാഫിനെയും വെച്ച് ഒരു ദിവസം ഈ കട ഓടിക്കണമെങ്കിൽ ചിലപ്പം ഷോപ്പ് റെൻ്റലാവാം, പിന്നെ സ്റ്റാഫുകളുടെ പൈസ കൊടുക്കേണ്ടി വരും, അവരുടെ സാലറി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പുറമെ കടകളിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ പൈസ പേയ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ജീവിത ആവശ്യങ്ങളുടെ പേയ്മെൻറ്റ് ഉണ്ടാകും. ഇതെല്ലാം നടത്തി ഒരു കട മുമ്പോട്ട് പോകുന്നതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഇതുപോലുള്ള കടകളെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുക. കാരണം സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും 1000-1500 ഐറ്റം ഉള്ളതുകൊണ്ട് ഏത് സാധനവും അവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. 10, 300, 400 ഐറ്റവുമായിട്ട് സാധാരണ കടകളിൽ നിന്ന് ആ സാധനം നമ്മൾ വാങ്ങിയിട്ട് ഗ്രോസറി ഐറ്റങ്ങൾ ഇതുള്ള സാധാരണ കടകളിൽ നമ്മൾ വീട്ടാവശ്യങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ അടുക്കള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. ബാക്കി എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകളോ സൂപ്പർ മാർക്കറ്റുകളോ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് മേടിക്കാം. അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു മെസ്സേജ് കണ്ടന്റ് എന്ന് പറയുന്നത് സാധാരണക്കാരെ കൈവിടാതിരിക്കുക. അവരിലൂടെ നമുക്കൊരു വളർച്ചയുള്ളൂ. കാരണം വലിയ ഷോപ്പുകളിലും മാളുകളിലും പോകുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ആ പൈസ നമ്മുടെ നാട്ടിൽ എന്തായാലും റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് വലിയ പർച്ചേസിനായിട്ട് പോകും. അതുകൊണ്ട് നാടിനും നമുക്കും നല്ലത് എപ്പോഴും നമ്മുടെ സാധാരണ കടകൾ തന്നെയാണ്. സഹകരിക്കുമല്ലോ.